കഥയെ ആരംഭിക്കുന്നത് വിക്ടോറിയ എന്നൊരു യുവതിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വിക്ടോറിയ എന്ന തന്റെ അയൽവക്കക്കാരി ജോലിയുമായി സംസാരിക്കുകയായിരുന്നു. വിക്ടോറിയ ഒരു കഫയിലാണ് ജോലി നോക്കുന്നത്. അവിടെ അവളുടെ കോവർക്കറായ ഷെൽബി എപ്പോഴും തന്റെ ഭർത്താവ് ക്രിസിനൊപ്പമുള്ള റൊമാൻറ്റിക് ഇവന്റ്സിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. വിക്ടോറിയ പക്ഷേ അപ്പോഴും സിംഗിൾ ആണ്. അവൾക്ക് നിരവധി ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിക്ടോറിയ എപ്പോഴും ബോയ് ഫ്രണ്ട്സിനെ മാറ്റിക്കൊണ്ടിരിക്കും. അവളുടെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഏറ്റവും ബെറ്ററായ ഒരു വ്യക്തിയെ, നല്ലൊരു വ്യക്തിയെ അവൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരം തുടർന്നുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് ആറെന്ന പേര് വിളിക്കുന്ന ഒരു യുവാവ് കടന്നു വന്നു. ആറ് അത്യാവശ്യം സമ്പന്നനായ ഒരു വ്യക്തിയാണ്. നിലവിൽ വിക്ടോറിയയുടെ ബോയ് ഫ്രണ്ട് കൂടിയാണ് അയാൾ. ആറിന്റെ കമ്പനി വൈകാതെ സിറ്റി ഹോട്ടലിൽ വെച്ച് ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. അടുത്തയാഴ്ചയാണ് പാർട്ടി ഉള്ളത്. അങ്ങോട്ടേക്ക് വിക്ടോറിയയെ ക്ഷണിക്കാനായിരുന്നു ആറ് എത്തിച്ചേർന്നിരുന്നത്. വിക്ടോറിയ വരാമെന്ന് സമ്മതിച്ചു. കഥ അവിടെ നിന്നും ജേസൺ എന്ന യുവാവിലേക്ക് തിരിയുന്നു. ജേസൺ ആയിടെ ആ നഗരത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു യുവാവാണ്. ജേസൺ മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ നഗരത്തിലേക്ക് എത്തിയതിന് പിന്നിൽ ജേസന് പുതിയ ദൗത്യങ്ങളുണ്ട്. ഒരു ചർച്ചിന്റെ നേതൃത്വത്തിൽ ഒരു ചാരിറ്റി സംഘടന കുറെ വീടുകൾ പണിതു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡയറക്ടറായിട്ടായിരുന്നു ജേസൺ എത്തിച്ചേർന്നത്. അവിടെ എത്തിയതിന് പിന്നാലെ ജേസൺ അവിടുത്തെ ഒരു ലോക്കലുമായി പരിചയത്തിലായി. ക്രിസ് എന്നായിരുന്നു അയാളുടെ പേര്. ക്രിസ് ആരെന്ന് വെച്ചാൽ ഷെൽബിയുടെ ഭർത്താവാണ്. അങ്ങനെ ജേസനും ക്രിസും ചേർന്ന് ഒരു ദിവസം ഷെൽബി വർക്ക് ചെയ്യുന്ന കഫയിലേക്ക് ചെല്ലുകയാണ്. ജേസനെ കണ്ടതും വിക്ടോറിയയ്ക്ക് ജേസന് മേലൊരു താല്പര്യം തോന്നി. അവനെ ഒന്ന് വളച്ചെടുക്കാനൊക്കെ വിക്ടോറിയ ശ്രമിച്ചെങ്കിലും ജേസൻ അവളെ അത്രയധികം മൈൻഡ് പോലും ചെയ്തില്ല. അതോടെ വിക്ടോറിയക്ക് അതിൽ കൂടുതൽ ത്രില്ലായി. അവരുടെ ചാരിറ്റി സംഘടന വോളണ്ടിയേഴ്സിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജേസനുമായി കൂടുതലടക്കാൻ ഒരു വോളണ്ടിയറായി ജോയിൻ ചെയ്യാൻ വിക്ടോറിയ തീരുമാനിച്ചു. പിന്നീട് അവൾ തന്റെ സഹോദരി ജോയെ കണ്ടപ്പോ ജോയോട് താനിങ്ങനെ ഒരു ചാരിറ്റി സംഘടനയുടെ വോളണ്ടിയർ ആവാൻ പോകുന്നു, കൺസ്ട്രക്ഷൻ വർക്കറായി വർക്ക് ചെയ്യാൻ പോകുന്നു എന്ന കാര്യം പറഞ്ഞു. ജോയ്ക്ക് അതിൽ അതിശയം തോന്നിയിരുന്നു. താൻ മനസ്സിലാക്കിയിടത്തോളം വിക്ടോറിയ അങ്ങനെ ചാരിറ്റി കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമുള്ള വ്യക്തിയൊന്നുമല്ല. പൊതുവെ ആണുങ്ങളെ ചേസ് ചെയ്യുന്നതിൽ മാത്രമാണ് വിക്ടോറിയയുടെ ഇൻട്രസ്റ്റ് ഉള്ളത്. ജോയ് അങ്ങനെ കുത്തി ചോദിച്ചപ്പോ ഒടുവിൽ അവളുള്ള കാര്യം പറഞ്ഞു. ജെയ്സന്റെ കാര്യം വ്യക്തമാക്കി. വിക്ടോറിയയ്ക്ക് കൺസ്ട്രക്ഷനെ പറ്റിയോ കൺസ്ട്രക്ഷൻ ടൂളുകളെ പറ്റിയോ ഒരറിവുമില്ല. അതൊക്കെ കേട്ട് ജോയ് അതിശയിച്ചിരുന്നു. അടുത്ത ദിവസം വോളണ്ടിയേഴ്സിനൊക്കെ വേണ്ടി ജെയ്സൺ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അങ്ങനെ അവരുടെ പ്രൊജക്ട് ആരംഭിക്കുന്നതിനെ പറ്റി ജേസൺ സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് വിക്ടോറിയ അണിഞ്ഞൊരുങ്ങി കയറി വന്നത്. വിക്ടോറിയയുടെ ഭംഗിയിലേക്ക് ജേസന്റെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞിരുന്നു. എന്തിനേറെ പറയുന്നു, മീറ്റിംഗിലേക്ക് എത്തിയ വിക്ടോറിയയാകട്ടെ ജേസനെ തന്നെ നോക്കിയിരിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞതും അവൾ ജേസനോട് സംസാരിക്കാൻ ചെന്നു. ജേസനുമായി സംസാരത്തിലേർപ്പെട്ട് ജേസനെ എങ്ങനെയെങ്കിലും ഒരു ഡേറ്റിന് ക്ഷണിക്കണം എന്നതായിരുന്നു അവളുടെ പദ്ധതി. പക്ഷെ അപ്പോഴേക്കും ക്രിസ് കയറി വന്നു. അവളുടെ സംസാരത്തിൽ നിന്നും ഇടപെടലിൽ നിന്നും വിക്ടോറിയയ്ക്ക് ചാരിറ്റി ഇവന്റിൽ പങ്കെടുക്കലല്ല, മറിച്ച് ജേസന് മേലാണ് കൂടുതൽ താല്പര്യം എന്ന കാര്യം ക്രിസ് മനസ്സിലാക്കിയിരുന്നു. അടുത്ത ദിവസം അവരുടെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ആരംഭിക്കുകയാണ്. ഒരു പുതിയ വീട് തന്നെ പണിയുന്നു. അവിടെ എല്ലാവരും എത്തി ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ക്രിസ് ജേസൻ അരികിലെത്തി. ജേസന്റെ പാസ്റ്റിനെ പറ്റി ക്രിസിന് അറിയാമായിരുന്നു. പഴയ കാര്യങ്ങളൊക്കെ മറന്നുകളഞ്ഞ് പുതിയ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ക്രിസ് ജേസനോട് പറഞ്ഞു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അണിഞ്ഞൊരുങ്ങി വിക്ടോറിയ എത്തുന്നത്. അവളുടെ ആ വരവ് ജേസന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. ജേസന്റെ നോട്ടവും മറ്റും കണ്ട് ക്രിസ് ജേസനെ വാൺ ചെയ്തു. വിക്ടോറിയയ്ക്ക് ചാരിറ്റി ഇവന്റിലൊന്നുമല്ല അത്രയധികം താല്പര്യമുള്ളത്. അവൾ പൊതുവെ ആണുങ്ങളെ ചേസ് ചെയ്യാനാ ഓരോ കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കാറ്. അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചേക്കണം. പക്ഷേ ജേസൺ അത് കാര്യമായി എടുത്തില്ല. പിന്നീട് അവൻ വിക്ടോറിയയുടെ അടുത്തെത്തി. ജോയ് പറഞ്ഞതിന് പ്രകാരം കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ട ടൂളുകൾ അവൾ വാങ്ങിയിരുന്നു. ജേസൺ എത്തി അതൊക്കെ നോക്കിക്കണ്ടു. പക്ഷെ ആ ടൂളുകൾ അത്രമാത്രം പോരാ, കുറച്ചധികം വേണം എന്ന് ജേസൺ അവളോടായി പറഞ്ഞു. അതോടെ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വോളണ്ടിയർ മേഘനെ സമീപിച്ച് വിക്ടോറിയയെ ഹെൽപ്പ് ചെയ്യാൻ ജേസൺ പറഞ്ഞു. വിക്ടോറിയ കൺസ്ട്രക്ഷൻ വർക്കിലേക്കും മറ്റും പുതിയതാണ് എന്ന് ജേസൺ മനസ്സിലാക്കിയിരുന്നു. മേഘൻ പിന്നാലെ വിക്ടോറിയയെ കൂട്ടിക്കൊണ്ടുപോയി. വാറ്റെന്നു പേരുള്ള ഒരു സുഹൃത്തിനെ കണ്ട് വാറ്റിനടുക്കൽ അവൾക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ മേഘൻ ആവശ്യപ്പെട്ടു. മേഘന്റെ ഇടപെടലും വാറ്റിനോടുള്ള സംസാരവും ഒക്കെ കണ്ടപ്പോ മേഘന് വാറ്റിനോട് പ്രണയതാല്പര്യമുണ്ട് എന്ന് വിക്ടോറിയ ആ മൊമെന്റിൽ മനസ്സിലാക്കിയിരുന്നു. വിക്ടോറിയ അതിനെപ്പറ്റി ചോദിക്കാൻ മറ്റും ചെയ്തപ്പോ മേഘൻ മനസ്സ് തുറന്നു. വർഷങ്ങളായി മേഘന് വാറ്റിനോട് പ്രണയമുണ്ട്. പക്ഷെ തുറന്നു പറയാൻ ധൈര്യം കിട്ടിയിട്ടില്ല. നല്ലൊരു അവസരത്തിന് വേണ്ടി അവൾ കാത്തിരിക്കുകയാണ്. അവർ തമ്മിലുള്ള സംസാരത്തിൽ നിന്നും വിക്ടോറിയക്ക് കൺസ്ട്രക്ഷൻ ജോലിയുടെ ABCD പോലും അറിയില്ല എന്ന് മേഘൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ജോലിയായ വിൻഡോ ഫ്രെയിമിൽ ആണിയടിക്കുക എന്ന ജോലിയായിരുന്നു മേഘൻ അവളെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ വിക്ടോറിയക്ക് ആ ജോലിയൊന്നും പരിചയമില്ലല്ലോ. അവൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒക്കെ അലമ്പാക്കാൻ തുടങ്ങി.
മേഘൻ ഹെൽപ്പിനെത്തി. എങ്ങനെയെങ്കിലും വിഷയങ്ങളൊന്ന് തിരിച്ചുവിടണം അവൾ തീരുമാനിച്ചു. അതിനുവേണ്ടി വാറ്റുമായുള്ള പ്രണയത്തെപ്പറ്റി തന്നെ വിക്ടോറിയ ചോദിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ ഓരോന്ന് പറഞ്ഞ് മേഘൻ ഒഴിഞ്ഞു മാറി. ഒടുവിൽ വിക്ടോറിയ തന്നെ പറഞ്ഞു, ആണുങ്ങളുടെ മനസ്സ് എങ്ങനെ നേടിയെടുക്കണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം. പകരം നീ ചെറിയ കാർപ്പൻട്രി വർക്കുകളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തരണം. അവർ തമ്മിൽ അങ്ങനെ ഒരു ഡീലിലെത്തി. ഇതിനിടയിൽ മേഘന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ തന്റെ പെർഫ്യൂമും അവൾക്ക് കൊടുത്തു. വാറ്റിനോട് പോയി സംസാരിക്കാനും പറഞ്ഞു. അങ്ങനെ പെർഫ്യൂം ഒക്കെ അടിച്ച് വാറ്റിനരികിലേക്ക് മേഘം പോയി. പക്ഷെ അപ്പോഴാണ് ഒരു അബദ്ധം പിടഞ്ഞ കാര്യം അവർക്ക് മനസ്സിലാകുന്നത്. വാറ്റിന് പെർഫ്യൂം അലർജിയായിരുന്നു. അവനങ്ങ് തുമ്മാൻ ആരംഭിച്ചു. വിക്ടോറിയയും അത് കണ്ടാകെ അങ്കലാപ്പിലായി. നടന്ന കാര്യങ്ങളിൽ അവൾക്ക് കുറ്റബോധം തോന്നാതിരുന്നില്ല. അന്ന് അതിനുശേഷം വിക്ടോറിയ സഹോദരി ജോയിയെ കാണാൻ പോയിരുന്നു. ജോയിയോട് സംസാരിക്കുമ്പോൾ അവള് പറഞ്ഞു, ഈ വീട് പണിയുന്ന ജോലിക്കൊപ്പം ജേസനെ വളയ്ക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്ത് ചെയ്യണമെന്നും അറിയാൻ പാടില്ല. ജോയിയാണ് സജഷൻ പറഞ്ഞത്. അതിനാദ്യം നീ കുറച്ച് കാർപ്പൻട്രി സ്കില്ലുകൾ നേടിയെടുക്കണം. പിന്നീട് അതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെന്ന മട്ടിൽ അവന്റെ അടുത്ത് ചെന്ന് സംസാരിച്ചാൽ മതിയല്ലോ. അന്ന് രാത്രി തന്നെ അതിനുവേണ്ടി അവൾ ശ്രമിക്കാൻ തുടങ്ങി. ഓൺലൈനിൽ നോക്കി കൺസ്ട്രക്ഷൻ ടെക്നിക്കുകളും മറ്റു കാര്യങ്ങളുമൊക്കെ അവൾ പഠിച്ചെടുത്തു. അടുത്ത ദിവസം പതിവ് പോലെ അവൾ ജോലിക്കെത്തി. ഇത്തവണ ആവശ്യമായ ടൂളുകളുമായിട്ടായിരുന്നു അവളുടെ വരവ്. മേഘനിൽ നിന്ന് ടൂളുകൾ അവൾക്ക് കടം വാങ്ങേണ്ടി വന്നില്ല. പിന്നീട് ജേസനുമായി സംസാരിക്കാൻ അവൾക്കൊരു അവസരം കൈവന്നു. കിട്ടിയ അവസരത്തിൽ താൻ ഓൺലൈനിൽ നോക്കി പഠിച്ച കൺസ്ട്രക്ഷൻ കാര്യങ്ങളെപ്പറ്റി അവളങ്ങ് വിശദമായി പറഞ്ഞു. 2 ആഴ്ചകൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ കടന്നുപോയി. ഒരു ദിവസം അങ്ങോട്ടേക്ക് എലേന എന്നു പേരുള്ള ഒരു ലേഡി 2 മക്കളുമായിട്ട് കടന്നു വന്നു. എലേനയ്ക്ക് വേണ്ടിയാണ് ആ വീട് പണിതുകൊണ്ടിരിക്കുന്നത്. എലേനയും ഹസ്ബൻഡും ഡിവോഴ്സ്ഡ് ആയിരുന്നു. നിലവിൽ അവൾക്ക് താമസിക്കാൻ ഇടമൊന്നുമില്ല. ഒരു വീട് എങ്ങനെയും കിട്ടിയേ തീരൂ. മക്കളെ സംരക്ഷിക്കേണ്ടതുണ്ട്. എലേനയുടെ അവസ്ഥയും സന്ദർഭവും ഒക്കെ കണ്ടപ്പോ തങ്ങളുടെ കുട്ടിക്കാലമായിരുന്നു വിക്ടോറിയ ഓർമ്മിച്ചത്. അവളുടെ പാരന്റ്സും ഡിവോഴ്സ്ഡ് ആയിരുന്നു. അവളെയും ജോയിയെയും ഒറ്റയ്ക്ക് വളർത്താൻ അമ്മ അന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. തനിക്ക് വേണ്ടി ഒരു ടീമായി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് തന്റെ അടുത്ത് സംസാരിക്കാനെത്തിയ വിക്ടോറിയയോട് അന്ന് എലേന നന്ദി പറഞ്ഞു. അന്ന് വിക്ടോറിയയ്ക്ക് എന്തെന്നില്ലാത്തൊരു ഫീലിംഗ്സ് ഉണ്ടായി. അന്ന് രാത്രി വീട്ടിലെത്തിയപ്പോ ജോയെ വിളിച്ചവൾ സംസാരിച്ചു. എലേന കുട്ടിക്കാലത്തെ ഓർമ്മപ്പെടുത്തിയതായി പറഞ്ഞു. പക്ഷേ കോളിൽ സംസാരിച്ച് കുറച്ചു സമയം പിന്നിട്ടതുമാണ് അത് നടന്നത്. പാഞ്ഞു വന്ന ഒരു കാറ് വിക്ടോറിയയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി. ഭാഗ്യവശാൽ വിക്ടോറിയ രക്ഷപ്പെട്ടു. പക്ഷേ വീടിന്റെ ഒരു ഭാഗത്ത് കനത്ത നാശനഷ്ടം തന്നെ സംഭവിച്ചു. വിക്ടോറിയ അതോടെ ജോയുടെ അടുത്തേക്ക് താമസം മാറ്റി. അവിടെ താമസിക്കുമ്പോഴാണ് ജോയുടെ മക്കൾ വല്ലാത്തൊരു വിഷമത്തിലാണെന്ന് വിക്ടോറിയ മനസ്സിലാക്കുന്നത്. അവരുടെ അച്ഛൻ അവരെ വിട്ട് പോവാൻ പോകുന്നത്രേ. അതിനെപ്പറ്റി വിക്ടോറിയ ജോയോട് ചോദിച്ചു. അപ്പോഴാണ് അറിയുന്നത് ജോയും ഹസ്ബൻഡും ഡിവോഴ്സ് ആവാൻ പോവുകയാണ്. അവരുടെ വിവാഹബന്ധം അത്രയ്ക്ക് സുഖകരമായ രീതിയിലായിരുന്നില്ല. എല്ലാ കാര്യങ്ങളോർത്ത് ജോയ്ക്കും റിഗ്രറ്റുകളുണ്ട്. കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി. ചാരിറ്റി വർക്കിന് വിക്ടോറിയയെ കാണാതെ ഒരു ദിവസം ജേസൺ അവളെ അന്വേഷിച്ച് കഫയിലെത്തി. അപ്പോഴാണ് വിക്ടോറിയ ജേസനോട് വീട്ടിലുണ്ടായ ആക്സിഡന്റിനെ പറ്റിയും സഹോദരിയുടെ ഡിവോഴ്സിനെ പറ്റിയുമുള്ള കാര്യങ്ങളും അതിനെ തുടർന്നുണ്ടായ തിരക്കുകളെ പറ്റിയുമൊക്കെ പറയുന്നത്. അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന സമയത്ത് ജേസന് ഒരു കാര്യം കൂടി അവളോട് പറയാനുണ്ടായിരുന്നു. എലേന വിചാരിച്ചതിലും നേരത്തെ വീട്ടിലേക്ക് താമസം മാറ്റാൻ പ്ലാൻ ചെയ്യുന്നു. എത്രയും വേഗം കൺസ്ട്രക്ഷൻ വർക്കുകൾ തീർത്തേ പറ്റൂ. യാദൃച്ഛികവശാൽ അപ്പോഴായിരുന്നു വിക്ടോറിയയുടെ അയൽവക്കക്കാരായ സുഹൃത്തുക്കളായ വൃദ്ധരായ കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. അവരും ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു. അടുത്ത ദിവസം വിക്ടോറിയ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് എത്തുമ്പോൾ കൂട്ടത്തിൽ റിട്ടയർഡായ വൃദ്ധരായ അവരുമുണ്ടായിരുന്നു. അവരൊക്കെ ഓരോരോ ഫീൽഡുകളിൽ വളരെയധികം മികവുള്ള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആയിരുന്നു. വോളണ്ടിയേഴ്സായി എത്തിയതാണ് അവർ. പിന്നീട് അങ്ങോട്ടേക്ക് വീടിന്റെ പണി വളരെ വേഗത്തിൽ നടന്നു. പിന്നീട് വിക്ടോറിയയും ജേസനും ആക്സിഡന്റ് നടന്ന വിക്ടോറിയയുടെ വീട് കാണാൻ പോയി. അതൊക്കെ നോക്കിക്കണ്ട ജേസൺ പറഞ്ഞു, ഇത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് ദൈവം നിന്നെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്തതാണ്. പിന്നീട് ജേസനും വിക്ടോറിയയും മനസ്സ് തുറന്ന് സംസാരിച്ചു. ജേസൺ തന്റെ പാസ്റ്റിനെ പറ്റി പറഞ്ഞു. റേച്ചൽ എന്നൊരു പെൺകുട്ടിയുമായി അവന്റെ വിവാഹം ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ വിവാഹ ദിവസത്തിന് മുമ്പ് റേച്ചല് മറ്റൊരാളുടെ ഒപ്പം ഒളിച്ചോടി. പിന്നീട് അവൻ ആ നഗരത്തിൽ നിൽക്കാൻ സാധിച്ചില്ല. അവിടെ നിന്നും അവൻ ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നീട് വിക്ടോറിയ തന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോവാൻ നിൽക്കെ യാത്ര പറഞ്ഞിറങ്ങിയ ജെയ്സൺ അവളെ പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരു ഇവന്റിലേക്ക് ക്ഷണിച്ചു. ആ ശനിയാഴ്ചയായിരുന്നു ആ ഫംഗ്ഷൻ നടക്കാനിരുന്നത്. അന്ന് അവൾ അതിന് ഓക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ചിന്തിച്ചപ്പോഴാണ് അബദ്ധം അവൾ മനസ്സിലാക്കിയത്. അതേ ദിവസം അതേ സമയത്തായിരുന്നു അവളുടെ ബോയ്ഫ്രണ്ടായ ആർ പറഞ്ഞ പാർട്ടിയും നടക്കുന്നത്. ജോയ് അതിനെപ്പറ്റി കേട്ടപ്പോ പറഞ്ഞു, വേറൊന്നും ചിന്തിക്കണ്ട, നിനക്ക് പറ്റിയാൽ ജെയ്സനാണ്, നീ ജെയ്സന്റെ കൂടെ പോയാൽ മതി. പക്ഷേ വിക്ടോറിയ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ആറിന്റെ ഫീലിംഗ്സിനെ
ഇല്ലാതാക്കാൻ അവൾ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെയാണ് അടുത്ത ദിവസം ജെയ്സൺ സാറ്റർഡേ ഇവന്റിനെ പറ്റി അവളെ ഓർമ്മിപ്പിക്കാൻ കഫയിലെത്തിയ അതേ സമയത്ത് ആറും വന്നെത്തുന്നത്. ഒരേ സമയം ഇരുവരും വന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. ഒരേ സമയത്ത് നടക്കുന്ന ഇവന്റിൽ പങ്കെടുക്കാം എന്നവൾ രണ്ടാളോടും പറഞ്ഞിരിക്കുകയാണല്ലോ. വിക്ടോറിയയ്ക്ക് മറ്റൊരു ബോയ് ഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം ജെയ്സനെ വല്ലാതെ തകർത്തിരുന്നു. ജെയ്സൺ സങ്കടത്തിലും ദേഷ്യത്തിലും അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. വിക്ടോറിയ അവന്റെ പിന്നാലെ ചെന്നു. ജെയ്സൺ സങ്കടത്തിൽ ചോദിച്ചു, നീ മറ്റൊരാളെ കാണുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാ എന്റെ ലൈഫിലേക്ക് വന്നത്? അവളുള്ള സത്യങ്ങൾ പറഞ്ഞു. ജെയ്സനെ എനിക്കിഷ്ടപ്പെട്ടിരുന്നു. അതിനാണ് ഞാൻ ചാരിറ്റി പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തതുപോലും. ആരാണ് നല്ലത് എന്നൊന്നും എനിക്കറിയില്ല. മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു. അടുത്ത ദിവസം ക്രിസിനെ കണ്ടപ്പോ ജെയ്സൺ അവനോട് പറഞ്ഞു, വിക്ടോറിയയെ പറ്റി നീ പറഞ്ഞത് ശരിയായിരുന്നു. നിന്റെ വാണിംഗ് ഞാൻ സ്വീകരിക്കണമായിരുന്നു. മറുവശത്ത് വിക്ടോറിയയാകട്ടെ മേഘനെ കണ്ട് സംസാരിക്കുകയായിരുന്നു. മേഘൻ എടുക്കൽ പറഞ്ഞു, ആദ്യമൊന്നും എന്റെ ഉദ്ദേശങ്ങൾ അത്ര നല്ലതൊന്നുമായിരുന്നില്ല. പക്ഷേ ശരിക്കും ജെയ്സനെ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീടാണ് ജെയ്സനെ കാണാൻ മുമ്പ് ജെയ്സനെ തേച്ചിട്ട് പോയ റേച്ചൽ വന്നെത്തുന്നത്. ജെയ്സന്റെ അമ്മ മുഖേനയായിരുന്നു ജെയ്സൺ ഇപ്പോൾ എവിടുണ്ട് എന്ന് റേച്ചൽ മനസ്സിലാക്കിയത്. ജെയ്സനുമായി സംസാരിക്കാൻ അവൾക്ക് താല്പര്യമുണ്ട്. തന്റെ ഹോട്ടലിലേക്ക് വരാമോ എന്ന് ചോദിച്ച് അവനെ ക്ഷണിച്ചിട്ടായിരുന്നു റേച്ചൽ മടങ്ങിയത്. വീണ്ടും അവരുടെ ബന്ധം പുനർജീവിപ്പിക്കാൻ റേച്ചൽ താല്പര്യപ്പെടുന്നു. റേച്ചൽ പോയ ശേഷം പുറത്തേക്കിറങ്ങിയ ജെയ്സൺ പുറത്തുണ്ടായിരുന്ന ക്രിസിനെ കണ്ടു. ക്രിസിനടുക്കൽ ജെയ്സൺ ചോദിച്ചു, ഷെൽബിയാണ് നിന്റെ ഉത്തമ പത്നി, ഉത്തമ പാർട്ട്ണർ എന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? ക്രിസ് പറഞ്ഞു, അങ്ങനെ ഒരുപാട് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഞങ്ങളിൽ രണ്ടുപേർക്കും അവരവരുടേതായ പോരായ്മകളുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞങ്ങളുടെ പ്രണയം ജീവനോടെ നിലനിർത്താൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതാണാകെ ചെയ്യുന്നത്. ജേസൺ അതോടെ ചില കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. റേച്ചലിന്റെ ക്ഷണം ജേസൺ വേണ്ടെന്ന് വെച്ചു. സാറ്റർഡേ രാത്രി ചർച്ചിൽ നടക്കുന്ന ഇവന്റിൽ പങ്കെടുക്കാൻ വേണ്ടി അവൻ പോയി. ഇതേസമയം മറുവശത്ത് വിക്ടോറിയ ആറിനൊപ്പം ആ ലക്ഷറി പാർട്ടിക്ക് പോവുകയായിരുന്നു. ലക്ഷറി കാറിൽ ആറിനൊപ്പം അവൾ അവിടെ വന്നിറങ്ങി. അവളെ തന്റെ ബോസിനെ പരിചയപ്പെടുത്തി. തുടർന്ന് സംസാരിക്കുമ്പോ വിക്ടോറിയയെപ്പറ്റി ഇല്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ കളവായി പറയുന്നുണ്ടായിരുന്നു. വിക്ടോറിയക്ക് അതൊന്നും അത്ര ശരിയായി തോന്നിയില്ല. ആറിനൊപ്പം ജീവിച്ചാൽ താനല്ലാതെ ജീവിക്കേണ്ടി വരും എന്ന് വിക്ടോറിയ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. അത് തനിക്ക് പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അവൾ ആറിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. തിരികെ പോകുന്ന വഴിക്ക് തന്റെ ലൈഫിൽ വേണ്ടതെന്ത് എന്നവൾ തിരിച്ചറിഞ്ഞിരുന്നു. അവൾക്ക് വേണ്ടത് സത്യസന്ധതയായിരുന്നു. അവൾ നേരെ പോയത് ചർച്ചിൽ നടക്കുന്ന ഇവന്റിലേക്കാണ്. അവിടെത്തി ജെയ്സനെ കണ്ട് സംസാരിക്കാം എന്നവൾ ചിന്തിച്ചിരുന്നു. അവൾ വല്ലാതെ നെർവസ് ആയിരുന്നു. എന്നിരുന്നാലും ജെയ്സന് തന്നെ മനസ്സിലാകും. കാര്യങ്ങൾ പറഞ്ഞാൽ അവൻ തന്റെ മനസ്സിനെ തിരിച്ചറിയും എന്നൊരു പ്രതീക്ഷയൊക്കെ അവൾക്കുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിനകത്തേക്കെത്തിയ അവൾ അവിടെ ജെയ്സനെ നോക്കാൻ തുടങ്ങി. മറുവശത്ത് ജെയ്സനാകട്ടെ കുറെ സമയം അവിടെ ഇരുന്ന് വല്ലായ്ക തോന്നിയപ്പോ കുറച്ചു നേരത്തേക്കൊന്ന് പുറത്തേക്കിറങ്ങിയിരുന്നു. അവൾ അങ്ങനെ ജെയ്സനെ നോക്കി മേഘന്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും സ്റ്റേജിലുണ്ടായിരുന്ന ഒരു പാസ്റ്റർ അവളെ കണ്ടു. അതോടെ അവളെ വേദിയിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. എന്തെങ്കിലും അവൾക്ക് പറയാനുണ്ടെങ്കിൽ, ടെസ്റ്റിമോണി പറയാനുണ്ടെങ്കിൽ അവിടെ വെച്ച് പറയുവാൻ പാസ്റ്റർ ആവശ്യപ്പെട്ടു. അന്ന് വേദിയിൽ കയറിയവൾ തന്റെ മനസ്സ് തുറന്നു. തന്റെ നല്ലൊരു പാർട്ട്ണറെ തിരഞ്ഞ് താൻ നടത്തിയ യാത്രയും അതുവരെ കണ്ട ബോയ് ഫ്രണ്ടുകളെ പറ്റിയും ഏറ്റവും ഒടുവിൽ ജെയ്സനെ കണ്ടതിനെ പറ്റിയുമൊക്കെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ജെയ്സൺ ഹാൾവേയിലെ ടിവിയിൽ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. പബ്ലിക്കായി അവിടെ വെച്ച് തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞവൾ ജെയ്സനോടുള്ള തന്റെ പ്രണയവും വെളിപ്പെടുത്തി. അവളുടെ വാക്കുകളിൽ പശ്ചാത്താപവും ഒപ്പം പ്രതീക്ഷയും സത്യസന്ധതയും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോ ജെയ്സൺ അവളോട് വലിയ താല്പര്യം തോന്നി. ഉള്ളിന്റെ ഉള്ളിൽ സന്തോഷവും അനുഭവപ്പെട്ടു. അവളുടെ സ്പീച്ച് കഴിഞ്ഞപ്പോഴേക്കും അവളെ കാണുവാൻ ഓഡിറ്റോറിയത്തിനകത്തേക്ക് ജെയ്സൺ കയറി ചെന്നു. അപ്പോഴേക്കും അവളാകട്ടെ ഓഡിറ്റോറിയത്തിന് പുറത്തേക്കിറങ്ങി ജെയ്സനെ നോക്കാൻ ആരംഭിച്ചിരുന്നു. നേരത്തെ മഴയത്ത് വന്നതുകൊണ്ട് അവൾ കുറച്ച് നനഞ്ഞിരുന്നു. അതുകൊണ്ടൊന്ന് മുഖമൊക്കെ തുടയ്ക്കാൻ അവൾ റെസ്റ്റ് റൂമിൽ കയറി. ആ സമയം ജെയ്സൺ പുറത്ത് അവളെ നോക്കി നടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞതും റെസ്റ്റ് റൂമിലേക്ക് മേഘം കയറി വന്നു. മേഘൻ അവളെ ചേർത്ത് കെട്ടിപ്പിടിച്ചു. പിന്നാലെ ജെയ്സൺ ഇവന്റിൽ ഉണ്ടായിരുന്നുവെന്നും എന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നും അവൾ പറഞ്ഞു. കൂട്ടത്തിൽ അവൾ കൊടുത്ത ധൈര്യവും മറ്റും കൊണ്ട് വാറ്റിനോട് താൻ സംസാരിച്ചുവെന്നും തന്റെ പ്രണയം തുറന്നു പറഞ്ഞെന്നും വാറ്റിനും എന്നോട് പ്രണയമുണ്ട് എന്നവൻ അറിയിച്ചതായും അവൾ വിക്ടോറിയയോട് ഷെയർ ചെയ്തു. വിക്ടോറിയയ്ക്കും വലിയ സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ അവിടെ നിന്ന് പുറത്തു വന്ന അവൾ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. വസ്ത്രം നനഞ്ഞിരുന്നതായിരുന്നു അതിന് പ്രധാന കാരണം. മേഘൻ അവളോട് കുറച്ചുനേരം കൂടി പറ്റുമെങ്കിൽ നിൽക്കാൻ പറഞ്ഞതാണ്. പക്ഷേ ജെയ്സൺ എത്ര നേരമായും കാണാത്തതുകൊണ്ട് വീട്ടിലേക്ക് പോകാം, പിന്നീട് അവനെ കോണ്ടാക്ട് ചെയ്യാം എന്നവൾ തീരുമാനിക്കുകയായിരുന്നു. അവൾ അങ്ങനെ നേരെ വണ്ടിയിലേക്ക് ചെന്ന് കയറി. ഇതേസമയം മറുവശത്ത് ജെയ്സനും മേഘനും കണ്ടു. വിക്ടോറിയ വീട്ടിലേക്ക് പോവാൻ ഇറങ്ങിയ കാര്യം മേഘൻ ജെയ്സനോട് പറഞ്ഞു. അതോടെ ജെയ്സൺ അവിടെ നിന്നിറങ്ങി ഓടി. മഴയത്തൂടെ ഓടി
വഴിയിലേക്കെത്തിയപ്പോ വിക്ടോറിയ കാർ ഓടിച്ചു വരികയായിരുന്നു. അവൻ വിക്ടോറിയയുടെ കാറിന് വട്ടം വന്നു. വിക്ടോറിയ വേഗം ബ്രേക്ക് ചവിട്ടി. ജെയ്സനെ കണ്ടതും അവൾക്കൊരു സന്തോഷം തോന്നിയിരുന്നു. അവരിരുവരും സംസാരിച്ചു. വിക്ടോറിയയെ ജെയ്സന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. തന്റെ മനസ്സിലെ ഫീലിംഗ്സ് ജെയ്സനും തുറന്നു പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വോളണ്ടിയേഴ്സ് എല്ലാവരും ഒത്തുചേർന്നിരുന്നു. അന്ന് എലേനയുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറുകയാണ്. വോളണ്ടിയേഴ്സ് എല്ലാവരും ചേർന്ന് അവരെ വെൽക്കം ചെയ്തു. ജെയ്സനും വിക്ടോറിയയും അവിടെ ഉണ്ടായിരുന്നു. വിക്ടോറിയ ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട പാർട്ട്ണറെ കണ്ടെത്തിയിരിക്കുന്നു. വിക്ടോറിയയുടെ സഹോദരി ജോയ് അവൾ ചെയ്ത നല്ല കാര്യങ്ങൾക്കും നല്ലൊരു പാർട്ട്ണറെ കണ്ടെത്തിയതിനും അവളെ അഭിനന്ദിച്ചു. വിക്ടോറിയയുടെയും ജെയ്സന്റെയും ജീവിതം നല്ല രീതിയിൽ മുമ്പോട്ടു പോകും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.